Chapter 3 Nationalism in India. വാട്ട് ഡു യു മീൻ ബൈ നാഷണാലിസം? നാഷണാലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണാലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കൺട്രിയോടുള്ള സ്നേഹമാണ്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ്. നമ്മുടെ എന്നുള്ള ഒരു ഫീലിംഗ്, നമ്മുടെ കൺട്രിയോടുള്ള നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ഫീലിങ്ങിനെയാണ് നാഷണാലിസം എന്ന് പറയുന്നത്. അപ്പം നമ്മളിൽ ഈ നാഷണാലിസം വരാൻ കാരണം എന്തായിരുന്നു? ഫസ്റ്റ് തന്നെ നമ്മളുടെ ജനങ്ങളിൽ, നമ്മുടെ പൂർവികരിൽ അങ്ങനെ ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ആൻറ്റി കൊളോണിയൽ മൂവ്മെൻ്റ് ആണ്. ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നപ്പോൾ അവർക്കെതിരെ നമ്മൾ നടത്തിയ ആ ഒരു മൂവ്മെൻ്റ് ആണ്. അവർ നമ്മളെ കുറേ ഇങ്ങനെ അടിച്ചമർത്തിയല്ലോ. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ നടത്തിയ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഉള്ളിൽ നാഷണാലിസം എന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കുവാനുള്ള കാരണം. നെക്സ്റ്റ് വരുന്നത് വേൾഡ് വാർ ഫസ്റ്റ് എപ്പോഴായിരുന്നു? 1914 to 1919 ആയിരുന്നു. അപ്പോൾ ഈ 1919 വേൾഡ് വാർ ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് നമ്മുടെ ഹാർഡ്ഷിപ്പ് കഴിഞ്ഞെന്നാണ്, നമ്മുടെ പ്രോബ്ലംസും എല്ലാം കഴിഞ്ഞാണ്, ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ചെന്നാണ്. ബട്ട് ആക്ച്വലി അപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്താണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത്. 1915 കേട്ടോ. സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി സക്സസ്ഫുള്ളി ഫോർട്ട് റേഷ്യസ് റെജിം ത്രൂ സത്യാഗ്രഹ. അവിടെ ഇങ്ങനെ താഴ്ന്ന ആൾക്കാരെ അടിച്ചമർത്തപ്പെട്ട ഒരവസ്ഥയായിരുന്നു. അപ്പം അതിനെതിരെ ഗാന്ധിജി പോരാടി. എന്തിലൂടെ? സത്യാഗ്രഹയിലൂടെ ഗാന്ധിജി പോരാടി. നെക്സ്റ്റ് സത്യാഗ്രഹം എന്താണെന്ന് നമുക്ക് നോക്കാം. സത്യാഗ്രഹ അക്കോർഡിംഗ് ടു ഗാന്ധിജി ഈസ് പ്യുവർ സോൾ ഫോഴ്സ്. ട്രൂത്ത് ഈസ് വെരി സബ്സ്റ്റൻസ് ഓഫ് ദ സോൾ. അതായത് സത്യസന്ധമായ രീതിയിലൂടെ പോരാടുക എന്നാണ് സത്യാഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നോൺ വയലൻസ്, അധികം യുദ്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ആൻഡ് ഫോളോ ദ പാത്ത് ഓഫ് ട്രൂത്ത്. സത്യസന്ധതയിലൂടെ നമ്മൾ ഫ്രീഡം നേടിയെടുക്കുക, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഫ്രീഡം നേടിയെടുക്കുക എന്നുള്ളതാണ് സത്യാഗ്രഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജി ഒരുപാട് സ്ഥലങ്ങളിൽ സത്യാഗ്രഹ മൂവ്മെൻറ്റ് ഓർഗനൈസ് ചെയ്തു. അതിനുള്ള എക്സാമ്പിളാണ് ചമ്പാരൻ ഇൻ ബീഹാർ, കേദ ഇൻ ഗുജറാത്ത് ആൻഡ് അഹമ്മദാബാദ്. The Rowlatt Act was hurriedly passed through the Imperial Legislative Council despite the united opposition of the Indian members. ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ ഇന്ത്യൻസ് ഒരുമിച്ച് കൂട്ടം കൂടി നിൽക്കുന്നതുണ്ടല്ലോ, അതിന് എതിരായിട്ട് ബ്രിട്ടീഷുകാർ നിയമം വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവരെ ഡയറക്റ്റായിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകും. വിത്തൗട്ട് ട്രയൽ ഫോർ 2 years, 2 വർഷം അവിടെ തന്നെ കിടക്കേണ്ടി വരും. അത് ബ്രിട്ടീഷുകാർ വിചാരിച്ചിരുന്നത് ഇന്ത്യൻസ് അങ്ങനെ നിൽക്കുന്നത് അവർക്കെതിരെയുള്ള ഗൂഢാലോചനയൊക്കെ ആയിട്ടാണ്. അപ്പം ഈ ഒരു ആക്ടിനെതിരായിട്ട് ഗാന്ധിജി സത്യാഗ്രഹയിലൂടെ പോരാടി. അപ്പം അതിൻ്റെ തുടക്കമായിട്ടാണ് 6th April 1919 ഹർത്താൽ വെച്ചു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് റാലീസ് ഓർഗനൈസ് ചെയ്തു. അതുപോലെ തന്നെ വർക്കേഴ്സ് സ്ട്രൈക്കിന് പോയി. പിന്നെ അതുമാത്രമല്ല ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അടച്ചു പൂട്ടി. അപ്പം തീർച്ചയായും ബ്രിട്ടീഷുകാർ ഇതിനെതിരെ പോരാടും. The British government was alarmed and decided to clamp down on nationalists. On 10th April, police in Amritsar fired upon a peaceful procession. അപ്പോൾ 10th April പോലീസുകാർ തീ കൊളുത്തി. അവിടെ അമൃത്സറിലായിരുന്നു. അപ്പം അതിനെതിരായിട്ട് വീണ്ടും ഇന്ത്യൻസ് ബാങ്ക്സ്, പോസ്റ്റ് ഓഫീസും ഒക്കെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷുകാർ മാർഷ്യൽ ലോ ഇമ്പോസും ചെയ്തു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജാലിയൻ വാലാബാഗ് ട്രാജഡി. ഇത് 13th April 1919 ആണ് സംഭവിച്ചത്. On this day, a large crowd had gathered at the Jallian Wala Bagh. ഈ ജാലിയൻ വാലാബാഗ് എന്നുള്ള സ്ഥലത്ത് ഒരുപാട് ജനക്കൂട്ടം അവിടെ ഗ്യാദർ ചെയ്തു, ഒത്തുകൂടി. People had gathered there to protest against the government's repressive measures. അതിൽ ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയത് എന്തിനായിരുന്നു? ഈ ഗവൺമെൻറ്റിൻ്റെ അത്രയും ക്രൂരമായ മെഷേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു, അതിൻ്റെ പ്രതിഷേധിച്ചു കൊണ്ടായിരുന്നു. Others had come to attend the annual Baisakhi fair. ബട്ട് ചിലർ വന്നത് എന്തിനായിരുന്നു? ഈ ബൈസക്കി ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആഘോഷത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടി വന്നവരായിരുന്നു ചിലർ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ജനറൽ ഡയർ ആസ്ക്ഡ് ഹിസ് പോലീസ്മാൻ ടു ബ്ലോക്ക് ദ എക്സിറ്റ് പോയിന്റ്സ് ആൻഡ് ഓപ്പൺ ഫയർ ഓൺ ദ ക്രൗഡ്. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വർ കിൽഡ്. ജനറൽ ഡയർ പോലീസ്മാനോട് പറഞ്ഞു അവർ അവിടുന്ന് പോകുന്ന ഭാഗങ്ങളൊക്കെ, എക്സിറ്റ് പോയിന്റ്സ് ഒക്കെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് അവിടെ ഫുള്ള് വെടി ഉയർത്തി. അങ്ങനെ 100ൽ പരം ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടു.
അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പം എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പം അതിൻ്റെ പേരിൽ അവർ സ്ട്രൈക്ക്, അതുപോലെ തന്നെ പോലീസുകാരുമായിട്ട് വളരെയധികം യുദ്ധങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ അത് അറ്റാക്ക് ഓൺ ഗവൺമെൻറ് ബിൽഡിങ്സ്, ഈ ഗവൺമെൻറ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബിൽഡിങ്സ് ഒക്കെ അറ്റാക്ക് ചെയ്തു നമ്മളുടെ ആൾക്കാർ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് എന്തായാലും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും തിരിച്ചും അങ്ങോട്ട് റെസ്പോൺസ് ഉണ്ടാവും. അപ്പോൾ അവർ അതിലും ക്രൂരമായിട്ടായിരുന്നു റെസ്പോണ്ട് ചെയ്തിരുന്നത്. ഇത്രയധികം വയലൻസ് അവർ അതിലും വലിയ രീതിയിൽ നമ്മളടുത്ത് ബിഹേവ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഗാന്ധിജി അപ്പം തന്നെ മൂവ്മെൻറ്റ്, കോൾഡ് ഓഫ് ദ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് നിർത്തിവെച്ചു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഖിലാഫത്ത് ഇഷ്യൂ. തുർക്കിയിൽ, ഒട്ടോമൻ തുർക്കിയിലെ എംപററിനെ ഖലീഫ എന്നാണ് വിളിക്കുക. അപ്പം അവിടെ എന്താ വേൾഡ് വാർ നടക്കുന്ന സമയത്ത് 1919 ബ്രിട്ടീഷുകാർ ഈ ഖലീഫയെ പുറത്താക്കി. ഈ ഖലീഫ എന്ന് പറയുന്നത് ഹോൾ മുസ്ലിംസ്, എല്ലാ മുസ്ലിംസിൻ്റെ ഒരു സ്പിരിച്വൽ ലീഡറായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക്? മുസ്ലിംസിന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതിനെതിരെയുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിനെതിരെയുള്ള സമരത്തിനെയാണ് ഖിലാഫത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലി ആയിരുന്നു. ഗാന്ധിജി ഈ ഒരു മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തു. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഗാന്ധിജി കണ്ടത്. എങ്ങനെ ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കണ്ടു. ഇതൊക്കെ എന്തായിരുന്നു? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു തുടക്കം തന്നെയായിരുന്നു. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ജനുവരി 1921 തുടങ്ങിയത്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്താ? ബ്രിട്ടീഷുകാരായിട്ട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഈ ഒരു മൂവ്മെൻറ്റിൽ. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തത് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനിൽ നിന്നാണ്. സിറ്റീസിൽ നിന്ന് അത് വില്ലേജസിലേക്ക് പോയി. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് 1000ഓളം സ്റ്റുഡൻസ് ലെഫ്റ്റ് ഗവൺമെൻറ് കൺട്രോൾഡ് സ്കൂൾസ് ആൻഡ് കോളേജസ്. സ്കൂളിൽ നിന്നൊക്കെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന സ്കൂൾസിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് അവിടെ നിന്ന് പോന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ്, ഹെഡ് മാസ്റ്റേഴ്സ് അവരൊക്കെ റിസൈൻ ചെയ്തു. ലോയേഴ്സ് ഗേവ് അപ്പ് ദെയർ ലീഗൽ പ്രാക്ടീസസ്. വക്കീലൊക്കെ എന്ത് ചെയ്ത് അവരുടെ ജോലിയൊക്കെ മാറ്റിവെച്ച് അവർ പോന്നു. അതുപോലെ തന്നെ ഫോറിൻ ഗുഡ്സ് വർ ബോയ്ക്കോട്ടഡ്. ബ്രിട്ടീഷുകാരുടെ അവരുടെ പ്രൊഡക്ട്സ്, എസ്പെഷ്യലി ഡ്രസ്സൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ എന്ത് ചെയ്തു? നിരോധിച്ചു. പിന്നെ പറയുന്നത് ലിക്വർ ഷോപ്സ് പിക്കറ്റഡ്, മദ്യശാലകളും അതൊക്കെ തടഞ്ഞു വെച്ചു. പിന്നെ ഫോറിൻ ക്ലോത്ത് ബേൺഡ് ഇൻ ഹ്യൂജ് ബോൺഫയേഴ്സ്. ഫോറിൻ ക്ലോത്ത് അവർ ഉണ്ടാക്കുന്ന മിൽക്ക് ക്ലോത്ത്സ് അതൊക്കെ എന്ത് ചെയ്തു? കത്തിച്ചു കളഞ്ഞു. അത്രയും നോൺ കോപ്പറേഷൻ്റെ മൂവ്മെൻറ്റ് അത്രയധികം ഇൻക്രീസ് ചെയ്തിരുന്നു കേട്ടോ. നെക്സ്റ്റ് പിന്നെ ഇതൊക്കെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആൾക്കാർ ഇന്ത്യൻ ക്ലോത്ത്സ് ഇടാൻ തുടങ്ങി. ദ പ്രൊഡക്ഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ മിൽസ് ആൻഡ് ഹാൻഡ്ലൂംസ് വെൻഡ് അപ്പ്. അപ്പം തീർച്ചയായും ഇന്ത്യൻസിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? വളരാൻ തുടങ്ങി. ബട്ട് ദ മൂവ്മെൻറ്റ് ഗ്രാജുവലി സ്ലോ ഡൗൺ ബിക്കോസ് വെറൈറ്റി ഓഫ് റീസൺസ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ മൂവ്മെൻറ്റ് പയ്യെ കുറഞ്ഞു തുടങ്ങി. അതിൻ്റെ റീസൺസ് എന്തെന്ന് നമുക്ക് നോക്കാം. ഖാദി ക്ലോത്ത് വാസ് മോർ എക്സ്പെൻസീവ് ദാൻ മിൽക്ക് ക്ലോത്ത് ആൻഡ് പുവർ കുഡ് നോട്ട് അഫോർഡ് ഇറ്റ്. ഈ ഖാദി ക്ലോത്ത്സ്, ഇന്ത്യൻസിൻ്റെ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഈ ക്ലോത്ത്സ് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു, പൈസ കൂടുതലായിരുന്നു മറ്റേതിനേക്കാളും. കാരണം ഇതൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണല്ലോ, മറ്റേതുപോലെ മെഷീൻ അല്ലല്ലോ. അപ്പോൾ പൈസ കൂടുതലായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? മറ്റേത് തന്നെ വാങ്ങാൻ തുടങ്ങി, മിൽക്ക് ക്ലോത്ത്സ് തന്നെ വാങ്ങാൻ തുടങ്ങി. പിന്നെ നെക്സ്റ്റ് വരുന്നത് boycott of British institution created a problem. For the movement, alternative Indian institution had to be set up so that they could be used in place of the British ones. ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാൻ ഭയങ്കര ലേറ്റ് ആയിരുന്നു. ബ്രിട്ടീഷ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കൂൾ ആയിക്കോട്ടെ, കോർട്ട് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യൻസിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാൻ ടൈം പിടിച്ചു.
അപ്പോൾ ഇവരെല്ലാവരും ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ലോയേഴ്സ് അവരൊക്കെ തിരിച്ച് ഗവൺമെൻറ് കൺട്രോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സിറ്റീസിൽ നിന്ന് വില്ലേജിലേക്ക് സ്പ്രെഡായി. അതിനൊരു എക്സാമ്പിളാണ് അവാദിലത്തെ കാര്യം. ഇൻ അവാദ് പെസൻസ് were led by ബാബ രാമചന്ദ്ര. ഇയാളൊരു സന്യാസി ആയിരുന്നു കേട്ടോ. ഈ ബാബ രാമചന്ദ്രയാണ് പെസൻസിൻ്റെ ലീഡർ ആയിട്ടുണ്ടായിരുന്ന ആളൊരു സന്യാസി ആയിരുന്നു. ദ മൂവ്മെൻറ്റ് വാസ് അഗെയിൻസ്റ്റ് താലൂക്ദാസ് ആൻഡ് ലാൻഡ് ലോഡ്സ് ഹൂ ഡിമാൻഡഡ് ഹൈ റെൻറ്റ്സ് ആൻഡ് ബീഹാർ ഫ്രം പെസൻസ്. അപ്പം ഈ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ആർക്കെതിരെയായിരുന്നു? താലൂക്ദാസിന്, ലാൻഡ് ലോഡ്സിനെതിരെയായിരുന്നു. കാരണം അവരൊക്കെ എന്ത് ചെയ്തു? പെസൻസിൻ്റെ നിന്ന് ഹൈ റെൻറ്റ് വാങ്ങിയിരുന്നു, വളരെ വലിയ വാടക വാങ്ങിയിരുന്നു. അതുപോലെ തന്നെ അവരെ കൊണ്ട് ബീഹാറും ചെയ്യിപ്പിച്ചിരുന്നു. ബീഹാർ എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളെ ഫോഴ്സ് ചെയ്ത് പണിയെടുപ്പിക്കുക, എന്നിട്ട് അയാൾക്ക് അതിനുള്ള ശമ്പളം കൊടുക്കാതിരിക്കുക, അതാണ്. അങ്ങനെയും ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോൾ അവർക്കെതിരായിട്ടുള്ള മൂവ്മെൻ്റാണ് അവാദിൽ നടന്നിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ജൂൺ 1920 ജവഹർലാൽ നെഹ്റു went to villages in അവാദ്. ജവഹർലാൽ നെഹ്റു 1920 ജൂണിൽ അവാദിലേക്ക് പോയി. എന്തിനാ പോയത്? അവിടുത്തെ ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവാദിലേക്ക് പോയി. അതുമാത്രമല്ല, ഒക്ടോബർ ആയപ്പോഴത്തേക്കും ഔദ് കിസാൻ സഭ വാസ് സെറ്റപ്പ്. അത് ഔദ് കിസാൻ സഭ ഓർഗനൈസ് ചെയ്തു. അതിൻ്റെ ഹെഡ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ബാബ രാമചന്ദ്രയും ആയിരുന്നു. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വളരെ സ്പീഡിൽ തന്നെ സ്പ്രെഡായി. ബട്ട് ഒരു കാര്യം സംഭവിച്ചു. എന്തായിരുന്നു? കോൺഗ്രസ്സുകാർ വളരെ സന്തോഷത്തിലായിരുന്നില്ല. കാരണം അവർക്ക് കുറച്ചും കൂടി മൂവ്മെൻറ്റ് ഇത്തിരി കൂടെ സ്ട്രോങ് ആക്കണം എന്നായിരുന്നു. പിന്നെ houses of talukdas and merchants were attacked. The name of Gandhiji was used to carry all of these actions. താലൂക്ദാസിൻ്റെയും അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സിൻ്റെയും ഒക്കെ വീടുകൾ ഒക്കെ അറ്റാക്ക് ചെയ്തു. മാത്രമല്ല അവർ എന്നിട്ട് പറഞ്ഞിരുന്നത് ഗാന്ധിജിയുടെ പേരായിരുന്നു പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ ആ ഒരു രീതിയിൽ അവർ ഗാന്ധിജിയുടെ പേര് പറഞ്ഞിട്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി മൂവ്മെൻറ്റ്. ഗുണ്ടം ഹിൽസ് ഇൻ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടം ഹിൽസിൽ മിലിറ്ററി ആൻഡ് ഗൊറില്ല മൂവ്മെൻറ്റ് സ്പ്രെഡ് ചെയ്തു. അതെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർ അവിടുത്തെ ആൾക്കാരെ, ഹിൽ പീപ്പിളിനെ, മലയോരത്ത് താമസിക്കുന്ന ആൾക്കാരെ ഫോറസ്റ്റിലേക്ക്, കാടുകളിലേക്ക്, അവിടുത്തെ കാടുകളിലേക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല. കാടുകളൊക്കെ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ആൻഡ് ഓൾസോ പ്രിവെൻറ്റിങ് പീപ്പിൾ ഫ്രം കളക്ടിങ് ഫ്യൂവൽ, വുഡ് ആൻഡ് ഫ്രൂട്ട്സ്. അവിടുത്തെ ആ കാടുകളിലത്തെ വുഡ്സും ഫ്രൂട്ട്സൊക്കെ കളക്ട് ചെയ്യുന്നതും അവരെ കൊണ്ട് അതിനും സമ്മതിപ്പിച്ചില്ല. അപ്പം അവിടുത്തെ ആ മലയോരത്തുള്ള ആളുകൾക്ക് എന്ത് തോന്നി? അവരുടെ പഴയ റൈറ്റ്സ്, അവർക്ക് കിട്ടിയിരുന്ന അനുകൂലങ്ങളൊക്കെ ഇപ്പം നിഷേധിക്കപ്പെടുന്നത് പോലെ അവർക്ക് തോന്നി. ഇതിൻ്റെ ലീഡർ, ഹിൽ പീപ്പിളിൻ്റെ ലീഡർ ആയിരുന്നു ആര്? അല്ലൂരി സീതാറാം രാജു. അല്ലൂരി സീതാറാം രാജു അഡ്വക്കേറ്റഡ് നോൺ വയലൻസ്. ആള് നോൺ വയലൻസ്, അഹിംസയ്ക്ക് വേണ്ടി വാദിച്ചു. അതുമാത്രമല്ല, ദ ഗുണ്ട റിബൽസ് അറ്റാക്ക്ഡ് പോലീസ് സ്റ്റേഷൻസ്, അറ്റംപ്റ്റഡ് ടു കിൽ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആൻഡ് carried on guerrilla warfare for achieving സ്വരാജ് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗുണ്ട റിബൽസ് എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷനൊക്കെ അറ്റാക്ക് ചെയ്തു. പിന്നെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനൊക്കെ കില്ലും, അവരൊക്കെ കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പം എന്താ സംഭവിച്ചത്? രാജു വാസ് ക്യാപ്ചേർഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. അപ്പം എന്താ ചെയ്ത? അല്ലൂരി സീതാറാം രാജുവിനെ ബ്രിട്ടീഷുകാർ പിടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. വർക്കേഴ്സിനും അവരുടേതായ സ്വാതന്ത്ര്യം വേണമായിരുന്നു. അണ്ടർ ദ ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് 1859 പ്ലാന്റേഷൻ വർക്കേഴ്സ് ഓഫ് ആസാമിലെ പ്ലാന്റേഷൻ വർക്കേഴ്സിന് വർ നോട്ട് പെർമിറ്റഡ് ടു ലീവ് ടീ ഗാർഡൻസ് വിതൗട്ട് പെർമിഷൻ. ഈ തൈലത്തോട്ടമില്ലേ, അവിടെ നിന്ന് വിട്ട് അവർക്ക് അവിടുത്തെ വർക്കേഴ്സിന് പോകാൻ പറ്റുന്നില്ല, പ്ലാന്റേഷൻ വർക്കേഴ്സിന്. അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ നിൽക്കണമെന്നായിരുന്നു. അവരുടെ വീട്ടുകാരെ, നാട്ടുകാരെ ഒന്നും കാണാൻ സമ്മതിച്ചിരുന്നില്ല. അവരുടെ ഫ്രീഡം എന്ന് പറയണത് അതിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കലാണ്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് തന്നെയാണ് അവരുടെ ഫ്രീഡം. അവിടെ വിട്ട് അവർ പോകാൻ പാടില്ലായിരുന്നു. ഇൻ ഫെബ്രുവരി 1922 a peaceful demonstration in a bazaar at Chauri Chaura in
ഗോരഖ്പൂർ turned into a violent clash with the police. ഗോരഖ്പൂരിലെ ചൗരി ചൗര എന്നുള്ള ബജാർ സ്ഥലത്ത് പോലീസുമായിട്ട് ഇന്ത്യൻസ് വലിയൊരു ക്ലാഷ് ഉണ്ടായി. അപ്പം എന്ത് ചെയ്ത് ഗാന്ധിജി കോൾഡ് ഓഫ് ദ മൂവ്മെൻറ്റ്, ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ഒന്ന് നിർത്തിവെച്ചു. അത്രയും വലിയ ക്ലാഷ് ആയിരുന്നു പോലീസായിട്ട് ഉണ്ടായിരുന്നത്. സോ ഗാന്ധിജി കോൾഡ് ഓഫ് ദ മൂവ്മെൻറ്റ്. കോൺഗ്രസ്സിൽ ചില ലീഡേഴ്സ് ഭയങ്കര ടയേർഡായിരുന്നു. എന്തുകൊണ്ട്? അവർ വലിയ മാസ് സ്ട്രഗിൾസിന് ശേഷം അവർ ഭയങ്കര ടയേർഡായി. അത് മാത്രമല്ല, ദേ വാണ്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എലക്ഷൻസ് ടു ദ പ്രൊവിൻഷ്യൽ കൗൺസിൽസ്. പ്രൊവിൻഷ്യൽ കൗൺസിൽസിൽ അവർക്ക് എലക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിലുള്ള എക്സാമ്പിൾസ് ആണ് CR ദാസ് ആൻഡ് മോട്ടിലാൽ നെഹ്റു. ഇവർ കോൺഗ്രസ് ലീഡേഴ്സാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്ത് സ്വരാജ് പാർട്ടി ഫോം ചെയ്തു വിത്തിൻ ദ കോൺഗ്രസ് ടു ആർഗ്യൂ ഫോർ റിട്ടേൺ ടു കൗൺസിൽ പൊളിറ്റിക്സ്. തിരിച്ച് പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവർ സ്വരാജ് പാർട്ടി ഉണ്ടാക്കി എലക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. ഇനി നെക്സ്റ്റ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ദ ന്യൂ ടെറി ഗവൺമെൻറ് in Britain set up a statutory commission under Sir John Simon. ഒരു സ്റ്റാച്യൂട്ടറി കമ്മീഷൻ അവർ സെറ്റപ്പ് ചെയ്തു. ആരുടെ കീഴിൽ? സർ ജോൺ സൈമണിൻ്റെ കീഴിൽ. The commission was look into functioning of constitutional system in India and suggest changes. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷന് സർ ജോൺ സൈമൺ സെറ്റപ്പ് ചെയ്തത്. ഇന്ത്യയിൽ നമുക്ക് വല്ല ആവശ്യങ്ങളുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഈ ഒരു കമ്മീഷൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫുള്ളും ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മളുടെ അവസ്ഥകളിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഒരു ഇന്ത്യൻ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ when the Simon Commission arrived in India 1928, it was greeted with the slogan "Go Back Simon." ഇന്ത്യൻസ് "Go Back Simon" എന്നുള്ള സ്ലോഗൻ വെച്ചാണ് അവരെ ഗ്രീറ്റ് ചെയ്തത്. ഡിസംബർ 1929 ജവഹർലാൽ നെഹ്റുവിൻ്റെ കീഴിൽ ലാഹോർ കോൺഗ്രസ് ഡിമാൻഡ് ചെയ്തു. എന്ത്? പൂർണ്ണ സ്വരാജ്, ഫുൾ ഇൻഡിപെൻഡൻസ് ഡിമാൻഡ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇറ്റ് വാസ് ഡിക്ലെയർഡ് 26 ജനുവരി 1930 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അവർ സെലിബ്രേറ്റും ചെയ്തു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡണ്ടി മാർച്ച്. ഗാന്ധിജി സ്റ്റാർട്ടഡ് ഡണ്ടി മാർച്ച് ഓൺ 12th March 1930. എന്നിട്ട് അത് മാത്രമല്ല, അക്കമ്പനീഡ് ബൈ 78 ഓഫ് ഹിസ് ട്രസ്റ്റഡ് വോളണ്ടിയേഴ്സ്. അതിനെ ഫോളോ ചെയ്തിട്ട് 78 വോളണ്ടിയേഴ്സും ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നു. അവർ എങ്ങനെയായിരുന്നു? 24 ദിവസം നടന്നു. എങ്ങനെ? ഓരോ ദിവസം 10 miles വീതം വെച്ചിട്ട് അങ്ങനെ 24 ദിവസം അവർ നടന്നു. എവിടേക്ക്? ഡണ്ടിയിലേക്ക്. അങ്ങനെ 6th April 1930 ദ റീച്ച്ഡ് ഡണ്ടി. ഡണ്ടിയിൽ റീച്ച് ചെയ്തിട്ട് അവരെന്താ ചെയ്തത്? എന്തിനാ അവർ അവിടേക്ക് ചെന്നത്? they manufactured salt by boiling sea water. കാരണം ഉപ്പിനൊക്കെ ഭയങ്കര ടാക്സ് ഒക്കെ ആയിരുന്നു ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിരുന്നത്. അപ്പം അതിനെതിരെയായിട്ട് അവർ ചെയ്തൊരു പ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് സോൾട്ട് മാനുഫാക്ചർ ചെയ്തു, സീ വാട്ടർ ബോയിൽ ചെയ്തിട്ട്. അതുമാത്രമല്ല, ദിസ് മാർക്ക്ഡ് ബിഗിനിങ് ഓഫ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ഇത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇതിനെ മാർക്ക് ചെയ്യപ്പെട്ടു. അങ്ങനെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്പ്രെഡ് ചെയ്തപ്പോൾ ഫോറിൻ ക്ലോത്ത് ഒക്കെ എന്ത് ചെയ്തു? നിരോധിച്ചു. അതുപോലെ തന്നെ മദ്യശാലകളൊക്കെ പിക്കറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ പറയുന്നത് എന്താ? ഗവൺമെൻറ് സ്റ്റാർട്ടഡ് അറസ്റ്റിംഗ് കോൺഗ്രസ് ലീഡേഴ്സ്. നമ്മുടെ കോൺഗ്രസ് ലീഡേഴ്സിനൊക്കെ ഗവൺമെൻറ് എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല, അതിലുപരി ഗാന്ധിജി വാസ് അറസ്റ്റഡ് ഇൻ 1930 ഏപ്രിൽ 1930 ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആൾക്കാർ വെറുതെ ഇരിക്കും? ഒരിക്കലുമില്ല. അങ്ങനെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഇൻ ഷോലാപ്പൂരിലെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് പോലീസ് സ്റ്റേഷൻസും അതുപോലെ തന്നെ കോടതി, റെയിൽവേ സ്റ്റേഷൻസ് അതൊക്കെ അറ്റാക്ക് ചെയ്തു. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്തത് ഈ ഒരു രീതിയിലായിരുന്നു. അപ്പം ഗവൺമെൻറ് ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അതിലും
വലിയൊരു റെസ്പോൺസാണ് ഗവൺമെൻറ്റിൻ്റെ ഉണ്ടായിരുന്നത്. അവർ വളരെ ക്രൂരമായിട്ടായിരുന്നു ഗവൺമെൻറ് തിരിച്ച് റെസ്പോണ്ട് ചെയ്തത്. അങ്ങനെ ഭയങ്കര വയലൻറ്റ് ക്ലാഷായി. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? വൺസ് അഗെയിൻ കോൾഡ് ഓഫ് മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റൊക്കെ ഒന്നും കൂടെ ഒന്ന് നിർത്തിവെച്ചു. അതിനുശേഷം ഗാന്ധിജി എൻറ്റേർഡ് ഇൻ ടു എ പാക്ട് വിത്ത് ലോർഡ് ഇർവിനായിട്ട് ഒരു അഗ്രിമെൻറ്റിന് സമ്മതിച്ചു. അത് 5 മാർച്ച് 1931 അതിന് പറയപ്പെടുന്നത് ഗാന്ധി ഇർവിൻ പാക്ട് എന്നായിരുന്നു. ആ അഗ്രിമെൻറ്റിൽ എന്തായിരുന്നു പറഞ്ഞത്? ഗാന്ധിജി അഗ്രി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധിജി അഗ്രീഡ് ആയിരുന്നു. ഗാന്ധിജി സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്തു? സമ്മതിച്ചു കൊടുത്തു. പൊളിറ്റിക്കൽ പ്രിസണേഴ്സിന്, അവർ അടച്ചിട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സിന്, ജയിലിൽ അടച്ചിട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ റിലീസ് ചെയ്യാമെന്ന് സമ്മതിച്ചു കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് എന്താ സംഭവിച്ചത്? ഇൻ ഡിസംബർ 1931 ഗാന്ധിജി എന്ത് ചെയ്തു? ലണ്ടനിൽ പോയി. ഈ കോൺഫറൻസിന് വേണ്ടിയിട്ട് ഗാന്ധിജി ലണ്ടനിൽ പോയിട്ട് ബട്ട് എന്താ സംഭവിച്ചത്? ഹി റിട്ടേൺഡ് എംപ്റ്റി ഹാൻഡഡ്. വെറും കൈയോടെ തിരിച്ചു വരേണ്ട അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, തിരിച്ച് ഇന്ത്യക്ക് വന്നപ്പോൾ ഗാന്ധിജി കണ്ടത് എന്താണ്? ഗവൺമെൻറ് അതിലും വലിയ ഒരു റിപ്രഷൻ തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ രീതി. ജവഹർലാൽ നെഹ്റുവിനെയും ഗാഫർ ഖാനെയും അവർ ജയിലിലിട്ടേക്കുന്നു. മാത്രമല്ല, കോൺഗ്രസ് വാസ് ഡിക്ലെയർഡ് ഇല്ലീഗൽ. ഗാന്ധിജി relaunched the civil disobedience movement, but this time people did not show any enthusiasm. ഗാന്ധിജി വീണ്ടും ലോഞ്ച് ചെയ്തു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. പക്ഷേ ഈ സമയം ആൾക്കാർക്ക് ആദ്യത്തെ അത്രയ്ക്കും ആവേശം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ചില സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ത് ചെയ്തു? പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ. അതിനുള്ള എക്സാമ്പിളാണ് ജഡ്സ് ഓഫ് ഉത്തർപ്രദേശ്, പാട്ടിദാസ് ഓഫ് ഗുജറാത്ത്, മെർച്ചൻസ് ആൻഡ് ഇൻഡസ്ട്രിയാലിസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. എക്സെപ്റ്റ് ആരൊഴികെ? നാഗ്പൂർ റീജിയനിലത്തെ ആൾക്കാരൊഴികെയുള്ള ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസ് ഇത്തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. പിന്നെ ഇപ്രാവശ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്തെന്ന് വെച്ചാൽ ലാർജ് സ്കെയിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ. ഒരുപാട് സ്ത്രീകൾ ഇത്തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവർ പ്രൊട്ടസ്റ്റ് മാർച്ചസ്, അതുമാത്രമല്ല മാനുഫാക്ചേർഡ് സോൾട്ടൊക്കെ മാനുഫാക്ചർ ചെയ്തു. പിക്കറ്റഡ് ഫോറിൻ ക്ലോത്ത് ആൻഡ് ലിക്വർ ഷോപ്സ്, മദ്യശാലകളും ഫോറിൻ ക്ലോത്തും ഒക്കെ പിക്കറ്റ് ചെയ്തു. അതിലുപരി മെനി വെന്റ് ടു ജയിൽ. ഒരുപാട് പേര് ജയിലിലും ഒരുപാട് സ്ത്രീകൾ ജയിലിലും പോണ്ടി വന്നു. ഡോക്ടർ B.R. അംബേദ്കർ, who organized the Dalits into the Depressed Classes Association in 1930. ഒരു അടിച്ചമർത്തപ്പെട്ട ക്ലാസസ് അസോസിയേഷൻ ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തത്. അംബേദ്കർ, ദളിറ്റ്സിന്. അവിടെ ഒരു തല്ലും കൂടെ ഉണ്ടായിരുന്നു ഗാന്ധിജിനായിട്ട്. എപ്പോൾ? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിനായിരുന്നു. അപ്പം അംബേദ്കർ ഡിമാൻഡ് ചെയ്തു ഗാന്ധിജിയുടെ അടുത്ത് എന്തിന്? സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഫോർ ദളിറ്റ്സിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് കൊടുക്കണമെന്ന്. അതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അഗ്രി ചെയ്തു ഈ അംബേദ്കറിൻ്റെ ഡിമാൻഡിന്. But Gandhi became a fast unto death. He believed that separate electorates would slow down the process of their integration into the society. അപ്പോൾ ഗാന്ധിജിയുടെ നിലപാട് എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ദളിറ്റ്സിന് മാത്രം സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് കൊടുക്കുമ്പോൾ അത് കുറച്ച് പേർക്ക് മാത്രം ചില പരിഗണനകൾ കൊടുക്കുന്ന പോലെ ആവൂലേ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഗാന്ധിജി അതിന് എതിരായിട്ട് നിന്നത്. ബട്ട് ബ്രിട്ടീഷുകാർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്ന്, അംബേദ്കറിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്ന്. കാരണം കുറച്ച് പേർക്ക് മാത്രം പരിഗണന കൊടുക്കുമ്പോൾ അവർക്കും അതിൽ കൂടെ ചേരാന്നുള്ള ഒരു രീതിയിലായിരുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത്, Ambedkar accepted Gandhiji's position and the result was the Pune Pact of September 1932. This pact gave the depressed classes reserved seats in the provincial and central legislative council, but they were to be given vote by the general electorate. അപ്പോൾ ലാസ്റ്റ് അംബേദ്കർ ഗാന്ധിജീനെ അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ടായിട്ടുണ്ടായിരുന്നതായിരുന്നു പൂണ പാക്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡിപ്രസ്ഡ് ക്ലാസ് എന്നുള്ള രീതിയിൽ പരിഗണിക്കപ്പെട്ടവരായ ദളിറ്റ്സിന് റിസർവ്ഡ് സീറ്റ് കൊടുക്കാമെന്നാണ് ഈ പാക്റ്റിലൂടെ അവർ തീരുമാനിച്ചത്. മാത്രമല്ല
അവർക്ക് വോട്ട് ജനറൽ ഇലക്ടറേറ്റ് തന്നെ കൊടുക്കണം. ഈ ഡിപ്രസ്ഡ് ക്ലാസ് എന്നുള്ള രീതിയിൽ പരിഗണിക്കപ്പെട്ടവരായ ദളിത്സിന് റിസർവ്ഡ് സീറ്റ് കൊടുക്കാന്നാണ് ഈ പാക്റ്റിലൂടെ അവർ തീരുമാനിച്ചത്. മാത്രമല്ല അവർക്ക് വോട്ട് ജനറൽ ഇലക്ടറേറ്റ് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഉണ്ടായിരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് ഇഖ്ബാലും അതുപോലെ ജിന്നയും മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ആവശ്യപ്പെട്ടു. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുസ്ലിംസ് വളരെ കുറവാണല്ലോ. മെജോറിറ്റി പീപ്പിൾ വർ ഹിന്ദുസ്. ഇൻ കേസ് ഓഫ് ജോയിന്റ് ഇലക്ടറേറ്റ്സ് ദ മുസ്ലിംസ് വുഡ് ഹാവ് ലിറ്റിൽ ചാൻസ് ഓഫ് വിന്നിങ് എനി സീറ്റ്സ്. അപ്പോൾ അവർ വിചാരിച്ചു മുസ്ലിംസിന് സീറ്റ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം മുസ്ലിംസ് മൈനോറിറ്റി ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കേസിലാണ് അവർ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ആവശ്യപ്പെട്ടത്. പിന്നെ അത് മാത്രമല്ല, some of the Muslim political organizations were not enthusiastic in their response to the civil disobedience movement. ചില മുസ്ലിം പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആവേശം ഉണ്ടായിരുന്നില്ല സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിന്. കാരണം ആഫ്റ്റർ നോൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് എ ലാർജ് നമ്പർ ഓഫ് മുസ്ലിംസ് ഫെൽറ്റ് അലിനേറ്റഡ് ഫ്രം ദ കോൺഗ്രസ്. ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മുസ്ലിംസിന് അവർ ഒറ്റപ്പെട്ട ഒരു ചിന്താഗതിയും വന്നു. അപ്പോൾ എന്താ സംഭവിച്ച, ദ റിലേഷൻ ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് വേഴ്സൻഡ്. ഹിന്ദുസും മുസ്ലിംസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഗ്യാപ്പ് വളരെ കൂടുതലായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുഹമ്മദ് ഇഖ്ബാലും ജിന്നെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ആവശ്യപ്പെട്ടു. ബട്ട് ഇത് അവിടെ സമ്മതിച്ചില്ല. കാരണം അങ്ങനെ മുസ്ലിംസിന് മാത്രം ഒരു പ്രത്യേക പരിഗണന കൊടുക്കുകയാണെങ്കിൽ അത് വളരെ തെറ്റായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതവിടെ വിജയിച്ചില്ല അങ്ങനെ ഒരു കാര്യം. നാഷണാലിസം സ്പ്രെഡ് വെൻ പീപ്പിൾ തിങ്ക് ദ ബിലോങ് ടു ദ സെയിം നേഷൻ. നമ്മൾ പറഞ്ഞിരുന്നു ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നാഷണാലിസം എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം കൺട്രിയോടുള്ള ഒരു ഫീലിങ്ങും ഇഷ്ടവും അതൊക്കെയാണ്. അതുണ്ടാവുക എപ്പോഴാണ് നമ്മളെല്ലാവരും ഒരേ രാജ്യക്കാരാണ് എന്നുള്ള ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ഈ നാഷണാലിസം സ്പ്രെഡ് ചെയ്യുക. അതുപോലെ തന്നെ ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ് കെയിം പാർട്ട്ലി ത്രൂ ദ എക്സ്പീരിയൻസ് ഓഫ് യുണൈറ്റഡ് സ്ട്രഗിൾസ്. ഒരുമിച്ച് നമ്മുടെ കൺട്രിക്ക് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ ഈ നാഷണാലിസം എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ഫീലിംഗും ഉണ്ടാവും. അതിനൊരു എക്സാമ്പിളാണ് ഗാന്ധിജിയും ഒക്കെ നമുക്ക് വേണ്ടി ചെയ്തിരുന്ന ആ ഒരു സ്ട്രഗിൾ, നമുക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടി ചെയ്തിരുന്ന സ്ട്രഗിൾ. പിന്നെ അതർ കൾച്ചറൽ പ്രോസസ്സസ് ലൈക്ക് ഫിക്ഷൻ, ഫോക്ലോർ ആൻഡ് സോങ്സ് എക്സെട്ര പ്ലേഡ് എ പാർട്ട് ഇൻ മേക്കിംഗ് ഓഫ് നാഷണാലിസം. ചില പാട്ടുകൾ, ഫോക്ലോർ, ഫിക്ഷൻ, ചില സ്റ്റോറീസ് ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നാഷണാലിസം ഉണ്ടാക്കാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതിൽ ഒരുപാട് പാട്ടുകളിലും ഡ്രോയിങ്സിലൊക്കെ നമ്മളുടെ രാജ്യത്തിനെ പുകഴ്ത്തിയിട്ടും നമ്മളുടെ രാജ്യത്തിലുള്ളവർ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്താ ഈ നാഷണാലിസം എന്ന ഒരു ഫീൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ഇമേജ് ഓഫ് ഭാരത് മാത വാസ് ക്രിയേറ്റഡ് ബൈ ബങ്കിം ചന്ദ്ര ചറ്റോപാധ്യായ്. ബങ്കിം ചന്ദ്ര ചറ്റോപാധ്യായാണ് ഭാരത് മാതയുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്തത്. In 1870s, he wrote Vande Mataram as a hymn to the motherland. The song was later included in his novel Anantamath and widely sung during the Swadeshi movement in Bengal. പിന്നീട് വന്ദേ മാതരം എന്നുള്ള സോങ് ബങ്കിം ചന്ദ്ര ചറ്റോപാധ്യായ് എഴുതുകയുണ്ടായി. മാത്രമല്ല സ്വദേശി മൂവ്മെൻറ്റിൽ അത് പാടുകയും ചെയ്തു. അനന്തമത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ നോവലിൽ ഈ വന്ദേ മാതരം ഇൻക്ലൂഡ് ചെയ്തു. Ideas of nationalism also developed through Indian folklore. ഇന്ത്യൻ നാടോടി കഥകളിലൊക്കെ കൂടെ ഈ നാഷണാലിസം എന്നുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഒരുപാട് നാഷണലിസ്റ്റുകൾ പല വില്ലേജുകളിലൊക്കെ പോയിട്ട് ഈ ഫോക്ക് സോങ്സും കഥകളും കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്തു. ഇൻ ബംഗാൾ, Rabindranath Tagore began collecting ballads, nursery rhymes and myths and led the movement for folk revival.
ബംഗാളിൽ ടാഗോർ പോയിട്ട് ബെല്ലാഡ്സ് മിത്സ് അതൊക്കെ എന്ത് ചെയ്തു, കളക്ട് ചെയ്തു. മാത്രമല്ല നതേഷ ശാസ്ത്രി പബ്ലിഷ്ഡ് എ ഹ്യൂജ് 4-volume കളക്ഷൻ ഓഫ് തമിഴ് ഫോക്ക് ടെയിൽസ്. തമിഴ് ഫോക്ക് ടെയിലിൻ്റെ ഒരു വലിയ കളക്ഷൻ ആയിട്ടുള്ള ഒരു നോവല് നതേഷ ശാസ്ത്രി പബ്ലിഷ് ചെയ്തു. ദ ഫോക്ലോർ ഓഫ് സദേൺ ഇന്ത്യ. ദ ഫോക്ലോർ ഓഫ് സദേൺ ഇന്ത്യ അതാണ് അതിൻ്റെ പേര്. He believed that folklore was national literature. ഈ നാടോടിക്കഥകളൊക്കെ ഒരു നാഷണൽ ആയിട്ടുള്ള ഒരു സാഹിത്യമാണെന്ന് വിശ്വസിച്ചു. ഡ്യൂറിങ് സ്വദേശി മൂവ്മെന്റ് ഇൻ ബംഗാൾ എ ട്രൈ-കളർ ഫ്ലാഗ് വാസ് ഡിസൈൻഡ്. അതിൻ്റെ ഒരു 3 കളറുള്ളൊരു ഫ്ലാഗ് ഡിസൈൻ ചെയ്തു ഇപ്പോൾ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ടൈമിൽ. ആ കളേഴ്സ് റെഡ്, ഗ്രീന് ആൻഡ് യെല്ലോ ആയിരുന്നു. അതിൽ 8 ലോട്ടസസ് ഉണ്ടായിരുന്നു. ആ 8 ലോട്ടസസ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് 8 പ്രോവിൻസസ് ഓഫ് ബ്രിട്ടീഷിൻ്റെ 8 പ്രവിശ്യകളെ ആയിരുന്നു. അതുപോലെ തന്നെ ക്രസൻറ്റ് മൂൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് ഹിന്ദുസിനെ, മുസ്ലിംസിനെ ആയിരുന്നു. ഗാന്ധിജി 1921 സ്വരാജ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തു. അതും ട്രൈ-കളർ ഫ്ലാഗ് തന്നെയായിരുന്നു. അതിൻ്റെ കളേഴ്സ് റെഡ്, ഗ്രീന് ആൻഡ് വൈറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നടുവിലായിട്ടൊരു സ്പിന്നിങ് വീലും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് പോയിൻ്റാണ്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോയിൻ്റാണ്. അതായത് നമ്മുടെ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾക്കൊരു ഫീലിംഗ് ഓഫ് നാഷണാലിസം, നമ്മളുടെ ഉള്ളിൽ നമ്മുടെ സ്വന്തം രാഷ്ട്രത്തോട് ഒരു പ്രത്യേക ഫീലിംഗ് തോന്നും, ഒരു ഇഷ്ടം തോന്നും. നമ്മുടെ സ്വന്തം എന്നുള്ളൊരു ഇഷ്ടം തോന്നും എപ്പോൾ നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കുന്നതിലൂടെ. പിന്നെ ബ്രിട്ടീഷുകാർ നമ്മളെ ഇന്ത്യക്കാരെ വളരെ താഴ്ന്നവരായിട്ടായിരുന്നു കണ്ടിരുന്നത്, പ്രിമിറ്റീവ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഗ്ലോറിയസ് അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ മഹത്തമായ നേട്ടങ്ങൾ നമ്മുടെ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മൾക്ക് ഒരു അഭിമാനം, അതുപോലെ തന്നെ അതേസമയം ഫീലിംഗ് ഓഫ് നാഷണാലിസം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.